എടാ നിന്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ ചൂടൊക്കെ ആവോ? ഈ കിണ്ടിയുടെ ചൂടൊക്കെ വരണ്ടേ? ഇനി നിന്റെ വണ്ടി ചൂടായാലേ നീ മോണയുടെ ചോദിച്ചാൽ മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, കട്ടാലത്തിന് പോലീസിലായിപ്പോയി. അല്ലടാ നീ എന്റെ അണ്ടറിൽ കയറിയവനാ. മിടുക്കനാ സാറേ. പോയാലോ സാറേ? പോണ്ടേ? സാറേ ഇവിടെ നിങ്ങോട്ടെ ഞാനാ വണ്ടി ബെനി സാർ അറിയിക്കാം. എന്റെ വണ്ടി വേറെ ആരും അങ്ങനെ ഓടിക്കാം. തന്റെ കൂടെ ഉള്ളവർ തന്നെയല്ലേ ഇതിന്റെ അകത്ത് കഞ്ചാവ് കടത്തിയത്? ജോ സാറേ വെറുതെ ബെനി സാർ വീണ്ടും ഓരോന്ന് പറഞ്ഞു. എന്തുവാടാ ബെന്നി കഴിവറി? നിനക്ക് എന്തിനാ കഴപ്പാണ് സാറേ. അത് ഈ വണ്ടി ഓടിച്ചാലേ കഴപ്പ് മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നാൽ നിന്റെ കഴപ്പ് മാറൂലേ? ആ മാറും. സുധീഷേ നീ കൂടെ ചെല്ല്. പറ്റത്തില്ല സാറേ. ഇതെന്താണ് പരിപാടി? മലയിൽ വല്ല ഉത്സവം കാണും സാറേ. ജോർജ് സാറേ. ഓ ജോർജ് സാറേ ഒന്ന് പറഞ്ഞേ. നീ വണ്ടി എടുക്കണേ. നമുക്കിനി ചോദിച്ചു വാ. സാറേ ഓക്കെയല്ലേ? സാറേ താങ്ക്സ്. ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ട്. ഡ്രൈവറെ ചെറുതോണ്ടാടി തണുപ്പ് അങ്ങനെ മാറും. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കഴിക്കാറില്ല. പിന്നെ എന്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തുടരും. ഓൾ ദ ബെസ്റ്റ്. ഈ വണ്ടി അങ്ങോട്ട് ഒരു ബാറായി മാറട്ടെ. വെറുപ്പിക്കാതെടാ. എടാ സുധീഷേ, ഈ ഇടത്തോട്ട് പോകുന്ന വഴിയില്ലേ? ലെഫ്റ്റിലേക്കല്ലേ? ഈ വഴിക്ക് പോയാ നമുക്ക് ആ ഉത്സവം കാണാൻ പറ്റൂടാ? എനിക്കറിയില്ല സാറേ. എടാ എന്നാ നീ ഈ വഴിക്ക് കയറ്റി ആദ്യം നമുക്ക് ഉത്സവം കാണാം, എന്നിട്ട് മാറ്റണിക്കാം. സാറേ ഈ വഴി റിസ്കാ, വണ്ടി പോകത്തില്ല. എടാ നമ്മുടെ സുധീഷിന് അറിയാവുന്ന കാടാടാ ഇത്, അല്ലടാ? നീ വണ്ടി എടുക്കുവേ സാറേ. സാറേ ഇത് നീ വണ്ടി എടുക്കും മനസ്സിലായി. വാ നീ എടുക്കടാ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? പമ്മി കളിക്കാണ്ട് ചവിടി വീട് ഡ്രൈവറെ. അതെ ചവിട്ടി ഇവിടെ. ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ? നന്നായിട്ട് ചേർത്തൊരച്ചെടുത്തു. സുധീഷേ ഇവിടുന്ന് 2 കിലോമീറ്റർ കാണൂലടാ? അറിയില്ല. പിന്നെ എന്തിനാണ് മൈത്രേന്റെ മീശം വെച്ചിട്ട്? സാറല്ലേ? സാറേ ഈ പാതിരാത്രിക്ക് ഇതിനകത്ത് വന്നിരുന്ന് തന്നെ കുടിക്കണോ സാറേ? കുടിക്കണോ പിടിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ വണ്ടി വിടുകോപ്പേ. ചെറ്റ വർത്താനം പറയാ. എടാ ഇന്നോവയൊക്കെ കേറി പോകുന്ന വഴിയായത്. നമ്മളിത് എത്ര പോയതാ? സുധീഷ നീ ആ കസിനെ ഒന്ന് വിളിച്ചു പോയി. ആ ഉത്സവം നമ്മുടെ തോട്ടത്തിൽ അതുവഴിയാണോ പോണത്? സാറേ ഇതിനകത്ത് ഇവിടെ എങ്ങനെയാ പോകുന്നത് സാറേ? വണ്ടി എടുക്കടാ. സാറേ പോകത്തില്ല. എന്താ ഇതിൻ്റെ അകത്ത് വെള്ളം? ഡ്രൈവറെ ചീറ്റിച്ചെടുക്കും, വെള്ളം ചീറ്റിച്ചെടുക്കും. ഡ്രൈവറെ വണ്ടി സാറേ ഇനി ഇറങ്ങി നടക്കാം, വണ്ടി മുന്നോട്ട് പോകത്തില്ല. നടക്കാമോ? അതെങ്ങനെയാ ശരിയാവാ? ഒരിടത്ത് പോവാൻ വണ്ടി വിളിച്ചതല്ലേ? ഇനി ആകെ 3-4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. 3-4 കിലോമീറ്റർ ആയോ ഇപ്പോ? 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞേ? സാറേ ഇത് ശരിയാവത്തില്ല. സൈലൻസറിൽ വെള്ളം കയറിയ എഞ്ചിന്റെ പണി പോവും. വെള്ളപ്പൊക്കത്തിൽ പോലെ ഇറക്കാത്ത വണ്ടിയാ, എനിക്ക് പറ്റത്തില്ല. എന്താടാ? നിങ്ങൾ വേണമെങ്കിൽ ഒരു ജീപ്പ് പിടിച്ച് പൊയ്ക്കോ, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഞാനും കൂടെ നടക്കാം. അതെന്ത് വർത്താനാടാ?
ഇനി ഞാൻ പറയുന്നിടത്ത് ഈ വണ്ടി നിർത്തൂ. സാറേ ഉടക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഉടക്കും. ഞാനും ഉടക്കൂ. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഇത് ശരിയാവില്ല. കുറെ നേരം വെച്ചു. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസുകാരെയാ? ജോർജ് സാറേ, ഓ സാറേ സാറിനറിയാമല്ലോ. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണമല്ലടാ നാളെ. നീ ആ വീട്ടുകാരെ കണ്ടല്ലേ? അച്ഛൻ, അമ്മ, വല്യമ്മ, പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ഈ കല്യാണം അവർക്കൊക്കെ എത്ര വലുതാണെന്ന്. അല്ലേടാ സുധീഷ്? നമ്മളവിടെ ചെന്ന സമയം തൊട്ടേ ഈ സുധീഷിന് കുറെ കോളും വിളിയൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരഫെയർ ഒരു ചെറുക്കനുമായിട്ട്. പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി. കല്യാണം മുടക്കുവന്ന്. നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങൾ മറ്റേ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചെറുക്കൻ കുറച്ച് വേളവനാ. അവന്റെ കയ്യിലേ ഈ പെങ്കൊച്ചിന്റെ കുറച്ച് 1-2 തുണ്ട് പടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ പിടിച്ച് 1-2 പോലീസ് മുറയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സുധീഷിന്റെ അച്ഛൻ വന്ന് ഒരു കയ്യബദ്ധം കാണിച്ചു. നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് കെഞ്ചിയ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? പോലീസുകാരനല്ലേടാ, പോലീസുകാരന്റെ കൂടെ നിൽക്കണ്ടേ? നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ വണ്ടിയുടെ ഡിക്കിയിലെ ആ കഴിവേറുടെ ശവമുണ്ട്.